എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ലൈനിങ് വെച്ചിട്ടുള്ള ഒരു പട്ടുപാവാടയാണ് തയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ ക്രോപ്പ് ടോപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ പഴയ സെറ്റ് സാരിയിൽ നിന്നും മുറിച്ചെടുത്തിട്ടുള്ളൊരു കഷ്ണമാണിത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്, ഇതിൻ്റെ നീളം നമ്മൾ എടുക്കുന്നത് 25.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വീതിയാണ് നോക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ ഇവിടെ 2 മടക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. മുപ്പത്തി 5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ബ്ലൂ കളർ ക്ലോത്ത് ആവശ്യമാണ്. 2 ഇഞ്ച് വീതിയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു പട്ട പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഇതിൻ്റെ നീളം നമ്മൾ എടുക്കുന്നത് ആ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള അതേ നീളം തന്നെയാണ്. അതിനനുസരിച്ച് നമുക്ക് ആ ക്ലോത്ത് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ലൈനിങ് ആണ്. ഞാനിപ്പോൾ ഇവിടെ 17.5 ഇഞ്ചാണ് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് താഴ്ഭാഗം വരെ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വീതി ഇതുപോലെ തന്നെ 2ആക്കി മടക്കിയിട്ടതിന് ശേഷം 29 ഇഞ്ചാണ്. ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ പട്ട നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കസവിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു 1/4 ഇഞ്ച് മുകളിലേക്കാക്കി വേണം നമ്മൾ ഈ നീല ക്ലോത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ചീത്ത ഭാഗം മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഇങ്ങോട്ടും മടക്കിയിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ മടക്കുക. മടക്കിയിട്ട് നമുക്ക് അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമുക്കിതാ ഇതുപോലെ നമ്മുടെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ലൈനിങ് ക്ലോത്താണ്. ലൈനിങ് ക്ലോത്തിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാൻഡിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. അത് 5 ഇഞ്ച് വീതിയും നമ്മൾ 2ആക്കി മടക്കിയതിന് ശേഷം അതിൻ്റെ നീളം എടുക്കുന്നത് 17.5 ഇഞ്ചാണ്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് കൊടുക്കാം. നമ്മൾ ഞൊറിവിടുമ്പോൾ അളവിന് വേണ്ടിയിട്ട് ആണ് കേട്ടോ. എന്താ വെച്ചാൽ
നമ്മൾ ഈ ബാൻഡിന് വെട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരെ എത്ര ഇഞ്ചാണെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കിട്ടുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ ആ 17 ഇഞ്ച് വേണം നമുക്ക് ഈ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ ഇപ്പുറത്തേക്ക് ഞൊറിവിട്ടതിന് ശേഷം നമുക്ക് കിട്ടേണ്ട ഒരു അളവ് അതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഞൊറിവിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു ഇഞ്ചോളം നമ്മൾ ഞൊറിവിടാതെ വെറുതെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഞൊറിവിട്ട് കൊടുക്കാം. എല്ലാ ഞൊറിവും ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ഫോർക്ക് ഉണ്ടല്ലോ, അത് ഇപ്പം 4 ഇങ്ങനെ പല്ല് പോലെയുള്ള ഫോർക്കാണ്. അതിൻ്റെ 2 വെച്ചിട്ടുള്ള അതിലൂടെ നമുക്ക് നമ്മുടെ ക്ലോത്തിനെ കയറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഞൊറിവുകളും നമുക്ക് ഒരേ വലിപ്പത്തിൽ തന്നെ കിട്ടും. അപ്പം നല്ല വൃത്തിയാണ് നമ്മുടെ സ്കേർട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. ഇതേപോലെ നമ്മൾ താഴ്ഭാഗം വരെ ഞൊറിവിട്ട് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തിനും ഞൊറിവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞൊറിവിട്ട ലൈനിങ് ക്ലോത്ത് ആദ്യം താഴെ വെച്ച് അതിൻ്റെ പുറത്തായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാൻഡ് തയ്ക്കാനുള്ള പീസാണ്. ഇതിൻ്റെ പീസ് നമ്മൾ 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഞൊറിവിട്ട് വെച്ച നമ്മുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഈ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ തലപ്പൊന്ന് ഉള്ളിലോട്ട് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും ഭാഗം ഒന്ന് ഉള്ളിലോട്ട് മടക്കി ഒന്നുകൂടെ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ്, അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്ക്, ഹെയർ ബോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ ഈ പീസ് ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളൊരു ഇലാസ്റ്റിക് എടുക്കുക. അതായത് 1 ഇഞ്ചുള്ള ഒരു ഇലാസ്റ്റിക്കാണ്. ഇതിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് 18.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൽ ഒരു പിൻ കുത്തിയതിന് ശേഷം നമ്മുടെ ഈ ബാൻഡിൻ്റെ അകത്തൂടെ കടത്തിയെടുക്കാം.
ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ദാ ഇതുപോലെ വച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2-3 സ്റ്റിച്ച് നമ്മൾ അടുപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ കടത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷൻ അകത്തോട്ട് കടത്തണം. അതിന് ശേഷം ഇതുപോലെ ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ദാ നമ്മുടെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, അതായത് 4 പീസ് വരും, നമ്മൾ ജോയിൻറ്റ് ഭാഗം, അവിടെ നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്